നമസ്കാരം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ മധ്യസ്ഥത വഹിച്ചു. എന്നാൽ ഇന്ത്യ ഇക്കാര്യത്തിൽ ഒന്നും ചെയ്തില്ല. നരേന്ദ്രമോദി ഇക്കാര്യത്തിൽ പരാജയപ്പെട്ടു. ഈ വിഷയത്തിന്റെ യാഥാർത്ഥ്യം പരിശോധിക്കാം. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുക. ഇഷ്ടമായില്ലെങ്കിൽ അക്കാര്യവും രേഖപ്പെടുത്തുക. നിങ്ങളുടെ പിന്തുണ മാത്രമാണ് ഞങ്ങളുടെ പിൻബലം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം പുതിയ ലോകകാര്യമൊന്നുമല്ല. 11ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ രാഷ്ട്രീയ സംഘർഷങ്ങളും സൈനിക സമ്മർദ്ദങ്ങളും സാമ്പത്തിക ഉപരോധങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിപ്പോഴും തുടരുകയുമാണ്. കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി ഇറാനും ഇസ്രായേലും അമേരിക്കയും തുറന്ന പോരിലാണ്. ലോകം മുൾമുനയിൽ നിന്നു. ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയ്ക്കൊപ്പം നിലയുറപ്പിച്ചപ്പോൾ വാസ്തവത്തിൽ ഇറാൻ ഒറ്റയ്ക്കായി എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ഭാരതം സ്വീകരിച്ച നിലപാടിന്റെ യാഥാർത്ഥ്യവും അതിന്റെ ഫലവുമാണ് ഇനി പരിശോധിക്കുന്നത്. ഗൾഫ് പ്രദേശമാണ് ലോകത്തിന്റെ പ്രധാന എണ്ണ വിതരണ കേന്ദ്രം. ഹോർമുസ് കടലിടുക്കിൽ സംഘർഷം രൂക്ഷമായപ്പോൾ ലോകം ഇന്ധനക്ഷാമം എന്ന കടുത്ത വെല്ലുവിളി നേരിട്ടു. പല രാജ്യങ്ങളിലും എണ്ണവില കുതിച്ചുയർന്നു. യുദ്ധത്തിന് മുൻപ് ഇന്ത്യയിലും പാകിസ്ഥാനിലും ഇന്ധനവില പരിശോധിച്ചാൽ ഇക്കാര്യത്തിൽ ഒരു യാഥാർത്ഥ്യം ബോധ്യമാകും. ₹1 പോലും പെട്രോൾ ഡീസൽ വിലയിൽ നമ്മുടെ രാജ്യത്ത് വർധനവുണ്ടായില്ല എന്നത് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എടുത്ത നിലപാട് ശരിയായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ്. ഹോർമുസ് കടലിടുക്ക് വഴി ഏതൊക്കെ രാജ്യത്തിന്റെ ചരക്ക് കപ്പലുകൾ കടന്നുപോയി എന്നും പരിശോധിക്കാവുന്നതാണ്. ഇനി പാചകവാതകത്തിന്റെ ലഭ്യതക്കുറവിനെ കുറിച്ച് പരിശോധിച്ചാൽ പല വീടുകളിലും 5-6 സിലിണ്ടറുകളാണുള്ളത്. ഇവയെല്ലാം ഒന്നിച്ച് അനുവദിച്ചാൽ പാചകവാതകത്തിന്റെ ക്ഷാമം രൂക്ഷമാകും. രാജ്യം പ്രതിസന്ധിയിലാവുകയും ചെയ്യും. അതുണ്ടാവാതിരിക്കാനാണ് ഇക്കാര്യത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇറാൻ അമേരിക്ക സംഘർഷത്തിൽ നരേന്ദ്രമോദി ഒരു പക്ഷം ചേർന്നിരുന്നുവെങ്കിൽ രാജ്യത്ത് ഇന്ധനകാര്യത്തിൽ ഈ സാഹചര്യമാകുമായിരുന്നില്ല. ഇറാനോട് ബന്ധം നിലനിർത്തിയപ്പോഴും ഇസ്രായേലിനോടും US-നോടും ബന്ധം മോശമാവാതിരിക്കാനും നരേന്ദ്രമോദി ശ്രദ്ധിച്ചിരുന്നു. ഇതിന്റെ ഫലമാണ് എണ്ണ ഇറക്കുമതി തടസ്സമില്ലാതെ നടപ്പാക്കാനായത്. ഇനി ഇന്ത്യ ഒരു പക്ഷം പിടിച്ചിരുന്നെങ്കിലോ എന്ന് പരിശോധിക്കുകയാണെങ്കിൽ എണ്ണ ഇറക്കുമതി ശൃംഖല തകരുമായിരുന്നു എന്ന് നിസ്സംശയം പറയാം. ഇത് രാജ്യത്തെ ഇന്ധന ലഭ്യതയെ പ്രതികൂലമായി ബാധിക്കുകയും വില കുത്തനെ വർദ്ധിക്കാനും ഇടയാക്കുമായിരുന്നു. അത് സംഭവിച്ചില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇനി പാകിസ്ഥാൻ ഈ വിഷയത്തിൽ ഇറങ്ങിത്തിരിക്കാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ്. കൂടാതെ ഇന്ധന പ്രതിസന്ധി അതിരൂക്ഷമായി മാറുകയും ചെയ്തു. മാത്രമല്ല, ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള സഹായ സഹകരണങ്ങൾ നിലച്ചാൽ പാകിസ്ഥാന്റെ നിലനിൽപ്പ് തന്നെ ആശങ്കാജനകമാകുമായിരുന്നു. ഇക്കാര്യം കൊണ്ടാണ് പാകിസ്ഥാൻ മധ്യസ്ഥതയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടത്. എന്നാൽ ചർച്ച ലളിതമായി പരാജയപ്പെടുകയും ചെയ്തു. ഇതിനുള്ള പ്രധാന കാരണം ഈ രണ്ടു വലിയ രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന്റെ പ്രധാന ഹേതു പ്രത്യയശാസ്ത്രപരമാണ് എന്നതാണ്. ഇറാൻ ആണവ പദ്ധതി ആവിഷ്കരിച്ചതു തന്നെ ഇസ്രയേൽ എന്ന രാജ്യത്തിന്റെ സർവനാശം ലക്ഷ്യം വെച്ചാണ്. സഖ്യരാജ്യമായ ഇസ്രയേലിനെ സംരക്ഷിക്കേണ്ടത് അമേരിക്കയുടെ കടമയുമാണ്. ഇതെല്ലാം മധ്യസ്ഥതയിലൂടെ പരിഹരിക്കാനാകുമായിരുന്നുവെങ്കിൽ എത്രയോ മുൻപ് തന്നെ നടക്കുമായിരുന്നു. ഇവിടെ ഇരു രാജ്യങ്ങളും പിന്നോട്ടു പോയാൽ അത് ഇരു രാജ്യങ്ങൾക്കും കടുത്ത പരാജയമായിരിക്കും എക്കാലത്തേക്കുമായി സമ്മാനിക്കുക. ഇങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് മസിലുപെരുപ്പിച്ച് ചാടി വീണ് നമ്മുടെ രാജ്യത്തെ പ്രതിസന്ധിയിലാക്കാൻ നരേന്ദ്രമോദി തയ്യാറാകാതിരുന്നത് ഇക്കാര്യം നേരത്തെ തിരിച്ചറിഞ്ഞതിനാലാണ്. മധ്യസ്ഥത ശ്രമം എത്ര എളുപ്പമായാണ് പരാജയപ്പെട്ടതെന്ന് പരിശോധിച്ചാൽ ഇന്ത്യ കൈക്കൊണ്ട നിഷ്പക്ഷ നിലപാട് എത്ര ശരിയായിരുന്നുവെന്ന് വ്യക്തമാകും. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ കൂടിയാണ്. ഇന്ത്യ എവിടെ നിൽക്കണമെന്നതിൻ്റെ കാഴ്ചപ്പാട് വ്യക്തമായുള്ള രാഷ്ട്രതന്ത്രജ്ഞതയാണ് ഇറാൻ അമേരിക്ക സംഘർഷത്തിൽ ലോകം കാണുന്നത്. നിലവിൽ ഇറാനെ ചൈനയും റഷ്യയുമാണ് പിന്തുണയ്ക്കുന്നത്. അമേരിക്കയെയും ഇസ്രായേലിനെയും ഗൾഫ് രാജ്യങ്ങളും പിന്തുണയ്ക്കുന്നുണ്ട്. ഈ രണ്ട് ചേരിയിലും നിൽക്കാതെ ഇന്ത്യ സ്വതന്ത്രമായി നിൽക്കുകയാണ്. ഇരുഭാഗങ്ങളിലെ രാജ്യങ്ങളുമായി ഇന്ത്യ നല്ല സൗഹൃദമാണ്. മധ്യസ്ഥതയ്ക്ക് ശ്രമിച്ച് ആ സൗഹൃദം കളയാൻ ഇന്ത്യ തയ്യാറുമല്ല. സോഷ്യൽ മീഡിയയിൽ പാകിസ്ഥാനെ ജയ് വിളിക്കുന്നവർ തൊണ്ടകീറി വിളിക്കുക. പക്ഷേ ഇന്ത്യയില്ല, മോദി ഒട്ടുമില്ല. കാരണം രാജ്യമാണ് വലുത്. അതങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. ഇക്കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.